ഹലോ ഗൈസ്, ഇന്ന് ഒക്ടോബർ 17-ാം തീയതി എൻ്റെ ആയുഷ്മാൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ ആദ്യത്തെ കൺമണി, അതായത് ചെസ് നമ്പർ 1. അപ്പോൾ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ 7 മണി തൊട്ട് 7:30 വരെ എൻ്റെയും ആരുഷിൻ്റെയും ചില കലാപരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ചില ദിവസം ഞങ്ങൾ കിണ്ണം കൊട്ടും, ചില ദിവസം ഞങ്ങൾ വെള്ളമൊക്കെ തളിക്കും കേട്ടോ. പച്ചവെള്ളമൊക്കെ തളിച്ചാണ് എണീപ്പിക്കാറുള്ളത്. കാരണം എന്നെപ്പോലൊക്കെ തന്നെ രാവിലെ എണീക്കാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ്. സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ എണീക്കൽ ഇത്തിരി മടിയുള്ള കാര്യമാണ്. അങ്ങനെ യുദ്ധത്തിനൊടുവിൽ എൻ്റെ ആരുഷ് മോൻ രംഗപ്രവേശനം ചെയ്യുകയാണ് ഹോളിലേക്ക്. അപ്പോൾ വീഡിയോ എടുക്കുന്ന കാരണം പുള്ളിക്ക് നല്ല ചമ്മലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചോക്ലേറ്റൊക്കെ കൊടുത്ത് കുഞ്ഞിപ്പൊണ്ണും ചോക്ലേറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ആ ഒരു ചമ്മലാണ് അപ്പോൾ ഈ വിസിൽ കാണുന്നത്. സ്കൂളിൽ പോകാൻ റെഡിയായി സ്കൂളിലേക്ക് കുറച്ച് ചോക്ലേറ്റൊക്കെ കൊടുത്തു വിടുന്നുണ്ട് കേട്ടോ. ഇന്ന് സ്കൂളിൽ പോകുന്നത് കളർ ഡ്രസ്സിലാണ്. അപ്പം ബർത്ത്ഡേ ആയതുകൊണ്ട് പ്രത്യേകം പെർമിഷൻ എടുത്തതാണ്. വാൻ വന്നു, ആരുഷ് പോയി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മോനെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങാം എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ വീടിനടുത്തുള്ള പോത്തീസിലേക്കാണ് കേട്ടോ. പോത്തീസിൽ പോയി. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം. എന്താ പറയുക, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ആ പോത്തീസ് തന്നെ സെലക്ട് ചെയ്തു. നമ്മൾ പോത്തീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോത്തീസിൽ നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ വേറെ എവിടെയും നമ്മുടെ മനസ്സിൽ എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് അതവിടെ കിട്ടും കേട്ടോ. നമുക്കിങ്ങനെ തിരഞ്ഞു പിടിച്ച് പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല, അതവിടെ കിട്ടും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വന്നത് ഫുഡ് കോർട്ടിലാണ്. കാരണം പോത്തീസിൽ എത്തിക്കഴിഞ്ഞാൽ ഫുഡ് കോർട്ടിൽ വന്ന് കഴിക്കാത്ത മനുഷ്യരില്ല. കാരണം അവിടെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അവിടുത്തെ ഫുഡിനൊക്കെ. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കമായി കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് ഉറക്കമാണ്. ഞങ്ങൾ അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വിജീഷേട്ടൻ പോയി ഫുഡ് ഓർഡർ ചെയ്തു. നമുക്ക് ഫുഡ് കിട്ടി. ബിരിയാണിയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടുത്തെ ബിരിയാണിയാണ് കേട്ടോ. ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെയും നമുക്ക് കഴിക്കാനുള്ളൊരു ടെൻഡൻസി പോത്തീസിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടും. അത് ഒരു പ്രാവശ്യം ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. കണ്ടോ, നമുക്ക് ഹോം ഡെക്കെയറിനൊക്കെ പറ്റിയ ഒരുപാട്, ഞാൻ എപ്പോൾ ഇവിടെ പോയാലും ഞാൻ ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ, അന്ന് നോക്കാറുണ്ട്. പിന്നെ കുഞ്ഞിപ്പെണ്ണിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. കുഞ്ഞിപ്പെണ്ണിന് കുറച്ച് സാധനങ്ങളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി. അവിടുന്ന് അത് ബില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി. ഈ എക്സ്കലേറ്റർ നോക്കി, ഇവർ പോകുന്നതിൻ്റെ ഞാൻ കണ്ണാടിയിലുള്ള വ്യൂ എടുത്തതാണ്. പിന്നെ കുഞ്ഞിപ്പെണ്ണിൻ്റെ സെക്ഷനിൽ വന്നിട്ട് കുഞ്ഞിപ്പെണ്ണിന് ഡ്രസ്സൊക്കെ എടുത്തു. കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അതായത് നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അതൊക്കെ അവിടെ കിട്ടും. അതാണ് എനിക്ക് അവിടെ പോയി പർച്ചേസ് ചെയ്യുന്നതിൽ ഒരുപാട് ഇഷ്ടം, അതാണ് കേട്ടോ. പിന്നെ പോത്തീസിൽ ടോയ്സ് ഉണ്ട് ഇഷ്ടം പോലെ. എല്ലാ ടോയ്സും നമ്മുടെ വീട്ടിലും ഉണ്ട് കേട്ടോ. കാരണം പോത്തീസിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒട്ടുമിക്ക സാധനങ്ങളും നമ്മുടെ വീട്ടിലുണ്ട്. ക്വാളിറ്റിയും അതുപോലെയാണ് കേട്ടോ. എറിഞ്ഞാൽ പൊട്ടില്ല. കാരണം ബാക്കിയൊക്കെ ആരുഷ് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. കുറേയൊക്കെ വികലാംഗത്വം ബാധിച്ചതുങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്നിനൊരു എന്താ പറയുക, ചക്രം ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊന്നിനും അത് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ കുറേ മിസ്റ്റേക്കുകളുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാറുണ്ട്. ആ കാറ് 6 വർഷമായിട്ട് ഇതുവരായിട്ടും പൊട്ടിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ കുറച്ച് വില കൂടിയാലും നമ്മൾ വില കൊടുത്ത് എന്ത് സാധനം വാങ്ങിച്ചാലും അത് ഉപയോഗിച്ച് കുറേ നാൾ ഇരിക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുമല്ലോ. അതെനിക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആരുഷിന് വാങ്ങിച്ച ടേബിൾ ഇതാണേ. നമ്മൾ നല്ലൊരു ടേബിൾ വാങ്ങിച്ചു. ഇവന് ട്രെയിൻ ഭയങ്കര ഇഷ്ടമാണ്. ട്രെയിൻ വീഡിയോസൊക്കെ എപ്പോഴും കാണും. അപ്പോൾ നമ്മൾ അത് തന്നെയാണ് കേട്ടോ. എന്തായാലും ഞാൻ പറഞ്ഞു, നമ്മൾ മനസ്സിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ഇവിടെ പോയാൽ കിട്ടും. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ അവിടുത്തെ സ്റ്റാഫൊക്കെ വന്ന് കളിപ്പിക്കുന്നതാണ്. പിന്നെ നമ്മുടെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആരുഷ് വരുന്ന സീനാണ് കേട്ടോ ഇത്. അപ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സായി, ഭയങ്കര സന്തോഷമായി കേട്ടോ കുഞ്ഞിന് ഇത് വാങ്ങിച്ചപ്പോൾ. പ്രത്യേകിച്ച് അവൻ്റെ മൈൻഡിലുള്ള ഒരു ട്രെയിനും കൂടെ ആയപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അവൻ്റേതായ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. അപ്പം കുഞ്ഞു മനസ്സുകളുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തരില്ലേ. അവരുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ, അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാവും. അപ്പോൾ ഈ ബർത്ത്ഡേ അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞിൻ്റെ കേക്ക് കട്ടിങ് ആണ്, വൈകിട്ടാണ് കേട്ടോ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ കുറേ പേരൊക്കെ പരാതി പറഞ്ഞ് ഞങ്ങളെയൊന്നും വിളിച്ചില്ല. വിളിക്കുമ്പോൾ കുറേ ആൾക്കാരെ വിളിക്കണം, അതുകൊണ്ട് ഞങ്ങൾ തന്നെ അങ്ങ് ഒതുക്കി. അതപ്പോൾ പിന്നെ ആരോടും പരാതിയും പരിഭവവും ഇല്ലല്ലോ. അപ്പോൾ കുഞ്ഞിൻ്റെ കേക്ക് കട്ട് ചെയ്യലിന് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുഞ്ഞിനെ അവിടെ പിടിച്ച് നിർത്തിയതാണ് കേട്ടോ. അങ്ങനെ ഫോട്ടോയ്ക്ക് വീഡിയോയ്ക്ക് ഒന്നും നിൽക്കാത്തൊരു
പ്രത്യേകതരം ക്യാരക്ടറുള്ളൊരു മോൻ കൂടിയാണ് എൻ്റെ ആരുഷ്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ അവനെ നിർത്തിയെടുത്തു. ഇങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനൊക്കെ നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വട്ടി പോലെ വന്ന് നിന്നേച്ചങ്ങ് പോകും. എന്തെങ്കിലും ഒരു ഫാഷനിലോ ഒരു പോസിങ്ങിലോ നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും നിൽക്കില്ല. അതൊക്കെ ഒരു പ്രത്യേകതരം ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെ രണ്ടാളും കൂടെ അച്ഛനും മോനും കുഞ്ഞിപ്പെണ്ണും കൂടെ കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്യണം. അപ്പോൾ ആരുഷിൻ്റെ ഈ ബർത്ത്ഡേക്ക് കുഞ്ഞിപ്പെണ്ണും കൂടെ ഉള്ളതാണ് ഈ ബർത്ത്ഡേയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും സന്തോഷവും. അപ്പോൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഫോട്ടോസൊക്കെ എടുത്ത് കുഞ്ഞിപ്പെണ്ണിന് കേക്ക് കൊടുത്തിട്ട് ഇതെന്താ സംഭവം എന്നൊന്നും അറിയില്ല. ഭയങ്കര മധുരം പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമല്ല. എന്നാലും ഞങ്ങൾ ഫസ്റ്റ് കേക്ക് കട്ടിങ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് ശകലം കൊടുത്തു. അങ്ങനെ കൊടുക്കാൻ പാടില്ല കുഞ്ഞുങ്ങൾക്ക്. ശകലം ഇങ്ങനെ നാക്കിൽ തൊട്ട് കൊടുത്തു കേട്ടോ. കാരണം നമ്മൾ കഴിക്കുമ്പോൾ അതെന്തായാലും ഇങ്ങനെ നോക്കി നിൽക്കുമല്ലോ. അപ്പോൾ അത് വേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ശകലം ഇങ്ങനെ നാക്കിൽ തൊട്ട് കൊടുത്തു. പിന്നെ കുറേ ഫോട്ടോസൊക്കെ നമ്മൾ ഫാമിലിയായിട്ടൊക്കെ എടുത്തു. അത് പിന്നെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തു നമ്മൾ. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ ഈ പ്രാവശ്യത്തെ സന്തോഷവും അതിലേറെ എന്താ പറയുക, കുഞ്ഞിപ്പെണ്ണുള്ളതിൻ്റെ ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും കൂടെ ആയപ്പോൾ അതിലേറെ ഇരട്ടി മധുരം നൽകുന്ന ഒരു ബർത്ത്ഡേയും കൂടെ ആയിരുന്നു. പിന്നെ ഈ വീഡിയോ എടുത്തതൊന്നും ഞാനല്ല കേട്ടോ. ഇതൊക്കെ ആരുഷ് തന്നെ സെറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന പരിപാടികളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ ഒരു ചെറിയ സന്തോഷമുള്ളൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.